SIRലേക്കാണ് പോകുന്നത്. കേരളത്തിൽ SIRൻ്റെ ഭാഗമായി തയ്യാറാക്കിയ കരട് വോട്ടർ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. 2.54 കോടി വോട്ടർമാരാണ് ഇതിലുള്ളത്. അതോടൊപ്പം തന്നെ 24 ലക്ഷത്തോളം ആൾക്കാരുടെ വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ ഇതിൻ്റെ ഈ ഈ പട്ടികയിലുണ്ടായിരുന്ന ആൾക്കാർ ഇതിലില്ല. ഇതിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറിയവർ, അതോടൊപ്പം തന്നെ മരിച്ചുപോയവർ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായി തരംതിരിച്ചിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള. അതോടൊപ്പം തന്നെ മുൻ വർഷത്തെ ഇതിനു മുമ്പുണ്ടായിരുന്ന 2002 തെരഞ്ഞെടുപ്പ് പട്ടികയിൽ പേരുണ്ടായിരുന്ന അല്ലെങ്കിൽ അതിൽ രക്ഷിതാക്കളുടെ പേര് ഇല്ലാത്തതായിട്ടുള്ള 19 ലക്ഷത്തോളം ആൾക്കാർ കൂടിയിട്ട് ഉണ്ടാവുക. ഇനി പുതുതായിട്ട് ഈ വിവരങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പുതിയ ഇതിനോടൊപ്പമുള്ള അവരുടെ വോട്ടർ പട്ടിക അല്ലെങ്കിൽ ആധാർ കാർഡ് അടക്കമുള്ള വിവരങ്ങളുമായിട്ട് ഇതിൻ്റെ ബാക്കിയുള്ള പ്രക്രിയയിലൂടെ കൂടി മാത്രമേ ഇവർക്ക് പേര് ചേർക്കാൻ കഴിയുള്ളൂ. ഇതിലേക്കാണ് നമ്മൾ ആദ്യം. നൗഫൽ, ഈ SIRൻ്റെ കണക്കുകൾ അല്ലെങ്കിൽ കരട് പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ഈ ബാക്കി സംസ്ഥാനങ്ങളിലൊക്കെ നമുക്കറിയാം എത്ര പേരാണ് ഒഴിവാക്കപ്പെട്ടിരുന്നത് എന്നുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ താരതമ്യേന കുറവ് കൂടിയിട്ടാണല്ലോ. മൊത്തത്തിൽ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ ബീഹാറിലൊക്കെ കണ്ടതുപോലെ അത്ര രൂക്ഷമല്ല കേരളത്തിലെ അവസ്ഥ എന്നുള്ളത് നമുക്കറിയാം. അതിൻ്റെ കാരണം ഇവിടുത്തെ ആളുകൾ കുറച്ചുകൂടി ജാഗ്രതയിലായിരുന്നു. ബീഹാറിൻ്റെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആളുകളെ പരമാവധി എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യാനും അത് കൊണ്ടുപോയി കൊടുക്കാനും ഒക്കെയുള്ള ജാഗ്രത ഇവിടുത്തെ വോട്ടർമാർ സ്വയവും ഒപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടികളും ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ടും 24 ലക്ഷം ആളുകൾ പട്ടികയിൽ നിന്ന് തന്നെ പുറത്താണ്. അതിൽ 7.5 ലക്ഷത്തോളം ആളുകൾ മരിച്ചവരാണ് എന്നാണ് കമ്മീഷൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ 7 ലക്ഷത്തോളം മരിച്ചവരും ഒപ്പം ഇരട്ടിപ്പ് വന്നവരും അടക്കമാണ് 7.85 ലക്ഷത്തോളം ആളുകൾ ഉള്ളത്. അപ്പോൾ ബാക്കി വരുന്ന 24-ൽ ബാക്കി വരുന്ന ലക്ഷം ആളുകൾ എത്ര ആളുകളുണ്ടാവും? ബാക്കി 16.15 ലക്ഷം ആളുകളുണ്ടാവും അല്ലേ? കണ്ടെത്താത്ത 24 ലക്ഷം പേരിൽ 7.85 ലക്ഷം ആളുകൾ മരിച്ചവരും ഇരട്ടിപ്പ് വന്നവരുമാണ്. അപ്പോൾ ബാക്കി 16.15 ലക്ഷം ആളുകൾ അങ്ങനെയുണ്ട്. അതായത് അവർ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ അവരെവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതാണല്ലോ പ്രശ്നം. അപ്പോൾ 16.15 ലക്ഷം ആളുകൾ എവിടെയാണെന്ന് അറിയില്ല. അവരുടെ എന്യൂമറേഷൻ ഫോം തിരിച്ചെത്തിയിട്ടില്ല, അല്ലെങ്കിൽ എന്യൂമറേഷൻ ഫോം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ആ ആളുകൾ എവിടെയാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം. ഇനി ഇപ്പോൾ കരട് പട്ടിക വന്നതിന് ശേഷം 19.32 ലക്ഷം ആളുകൾ തിരിച്ചറിയൽ രേഖകൾ അടക്കം മറ്റ് രേഖകളൊക്കെ ഹാജരാക്കണം. കാരണം 2002 പട്ടികയിൽ ഇല്ലാത്തവരാണ്, അവരുടെ ബന്ധുക്കളും ആ പട്ടികയിൽ ഒന്നുമില്ലാത്ത ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ പട്ടികയിലുണ്ടെങ്കിലും കരട് പട്ടികയിലുണ്ടെങ്കിലും അവർ അതിൽ നിലനിൽക്കണമെങ്കിൽ, അന്തിമ പട്ടികയിൽ അവർ ഉൾപ്പെടണമെങ്കിൽ അവരെന്ത് ചെയ്യണം? രേഖകൾ ഹാജരാക്കണം. അപ്പോൾ ഇത്രയും ആളുകൾ 20 ലക്ഷത്തോളം ആളുകളുടെ ഹിയറിംഗ് ആണ് ഇനി നടക്കാനുള്ളത്. ആ ഹിയറിംഗ് 1 മാസത്തിനകം നടക്കുമെന്നാണ് പറയുന്നത്. അവർ നേരിട്ട് അറിയിക്കും. അപ്പോൾ അവർ രേഖകളുമായി ഹാജരാകണം. ഇതിന് തൃപ്തരാണെങ്കിൽ, ആ ഡിക്ലറേഷൻ ഫോമിലൊക്കെ അവർ തൃപ്തരാണെങ്കിൽ അവർ അന്തിമ പട്ടികയിൽ ഉൾപ്പെടും. അപ്പോൾ ഏതൊക്കെ രേഖകളാണെന്നുള്ള വലിയൊരു ലിസ്റ്റുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും പല രേഖകളായിരിക്കാം. ചില രേഖകൾ ചിലർക്ക് ആപ്റ്റായിരിക്കാം, മറ്റു ചിലർക്ക്. അപ്പോൾ അവരുടെ രക്ഷിതാക്കളുടെ രേഖകൾ വേണ്ടി വരും, മാതാപിതാക്കളുടെ രേഖകൾ വേണ്ടി വരും. അപ്പോൾ അതൊക്കെ തിരഞ്ഞ് കണ്ടുപിടിച്ച് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 19.32 ലക്ഷം ആളുകളുടെ കാര്യത്തിൽ വലിയ ജാഗ്രത കാണിക്കേണ്ടി വരും. കാരണം അവർ എന്യൂമറേഷൻ ഫോം കൊടുത്ത ആളുകളാണ്, ഫില്ല് ചെയ്ത് കൊടുത്ത ആളുകളാണ്. പക്ഷേ അവർ അന്നത്തെ പട്ടികയിൽ ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അവരുടെ ബന്ധുക്കളും ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അപ്പോൾ ഇവരുടെ വോട്ട് എങ്ങനെ ഉറപ്പിക്കാം എന്നുള്ളതാണ് ആദ്യമായി ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ രാഷ്ട്രീയ സാക്ഷരരായ ആളുകളാണ് നമ്മൾ. നമ്മുടെ നേതാക്കളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒക്കെ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഇനി ചെയ്യേണ്ട ഒരു കാര്യം, ഈ വോട്ടുകളെല്ലാം പരമാവധി ഇവർക്ക് വോട്ട് ഉറപ്പിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തുക എന്നുള്ളതാണ്. വെറുതെ SIRനെതിരെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല. നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ വോട്ടുകൾ വോട്ടായി തന്നെ അവിടെ നിലനിൽക്കും, ഈ ആളുകളെയൊക്കെ വോട്ട് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 19.32 ഈ പറയുന്ന നേരത്തെ പറഞ്ഞ 16.15 ഇത്രയും ലക്ഷം ആളുകൾ, അതായത് ഏകദേശം 35 ലക്ഷത്തോളം ആളുകൾ സത്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ SIRന് പുറത്താണ്. അവർ SIRനകത്ത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞ ഈ ശ്രമം ഈ രേഖകളുടെ കാര്യത്തിൽ വേണം. ഒപ്പം ഈ കാണാതായ അല്ലെങ്കിൽ ഇതുവരെ കണ്ടെത്താൻ കഴിയാത്ത
16.15 ലക്ഷം ആളുകളെ കണ്ടെത്തുകയും വേണം. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഇതെങ്ങനെ കണ്ടെത്തുമെന്നുള്ളത് വലിയ ചോദ്യമാണ്. ഇപ്പോൾ ഈ ഇന്നലെ തന്നെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നമ്മുടെ യുവാക്കളിൽ 40% ആളുകൾ മാത്രമേ ഈ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളതാണ്. 60% യുവാക്കൾ എവിടെ പോയി? അത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള ആളുകളുണ്ട്. അപ്പോൾ ഈ പുതുതലമുറയ്ക്ക് ഇങ്ങനെ പട്ടികയിൽ വരാനൊന്നും താല്പര്യമില്ല, അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ല, ഇത്തരം അങ്ങനെ പോകുന്നതാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ടല്ലോ. അപ്പം ഒരു അന്തിമ പട്ടിക വന്നതിന് ശേഷം, പിന്നെ ഒരു മാസത്തിനൊക്കെ അന്തിമ പട്ടിക വരും. ആ പട്ടിക വന്നതിന് ശേഷവും കുറേ ആളുകൾ പുറത്താകുന്നു, അതിൽ കൂടുതലും യുവാക്കളാവുന്നു എന്നൊക്കെ പറയുന്നത് വലിയ ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു സംഭവം രാജ്യത്ത് ഉണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ, പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണല്ലോ. അപ്പോൾ ആ കാര്യത്തിലൊക്കെ വിശദമായ അന്വേഷണം, ഇവരെ കൊണ്ടുവരാനുള്ള പ്രത്യേക ഡ്രൈവ് തന്നെ നമ്മൾ നടത്തുക എന്നുള്ളതാണ് അത് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം SIR എന്ന് പറയുന്ന സംഗതി വോട്ട് ഉണ്ടാക്കാനുള്ളതാണോ വോട്ട് വെട്ടാനുള്ളതാണോ എന്നുള്ളതാണല്ലോ ചോദ്യം. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ 2.84 കോടി ആളുകൾ വോട്ടർ പട്ടികയിലുണ്ട്. അപ്പോൾ നമ്മുടെ കരട് പട്ടികയിൽ 2.54 കോടി ആളുകളേ ഉള്ളൂ. അത് 30 ലക്ഷത്തിൻ്റെ വ്യത്യാസം ഈ തദ്ദേശ പട്ടികയും SIRൻ്റെ കരട് പട്ടികയും തമ്മിലുണ്ട്. പക്ഷേ ഇവിടെ വോട്ടർമാരുണ്ടായിട്ടാണല്ലോ. അപ്പോൾ ഈ 30 ലക്ഷത്തിൻ്റെ ഡിഫറൻസ് എന്തായാലും ഉണ്ട്. അതിന് പുറമെ ഇനിയും വോട്ട് ചേർക്കേണ്ട ആളുകളുമുണ്ട്. അപ്പോൾ ഈ 30 അല്ല, ഒരു 40, 45, 50 ലക്ഷത്തോളം ആളുകൾ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്താണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനിയും ഇക്കാര്യത്തിൽ കടുത്ത ജാഗ്രത പുലർത്തിയാൽ മാത്രമേ ഈ വോട്ടുകൾ അവിടെ ചേർക്കപ്പെടുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ SIR ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ്. കരട് പട്ടികയിൽ വന്നതുകൊണ്ട് ഒന്നും ആവുന്നില്ല. കരട് പട്ടികയിൽ പറയുന്ന രേഖകളില്ലാത്തവർ രേഖകൾ ഹാജരാക്കണം. ഒപ്പം അതിൽ നിന്ന് പുറത്തായവർ എത്രയും പെട്ടെന്ന് അവരെ കണ്ടുപിടിച്ച് അവർ ഫോം 6 വഴി പുതിയ വോട്ടർമാരായി ചേർക്കുക എന്നുള്ളതാണ് ഇനിയുള്ള ഏക പോം വഴി. അതിനുള്ള ശ്രമങ്ങൾ നടത്തണം. മറ്റൊരു കാര്യം, ഈ SIRൻ്റെ വന്നതുകൊണ്ടുണ്ടായ ചില വെളിപ്പെടലുകളുണ്ട്. അത് BJPയുടെ കള്ളക്കളികൾ പുറത്തു വരുന്നു എന്നുള്ളതാണ്. അത് വോട്ട് ചോരി വളരെ ശക്തമായി തന്നെ കേരളത്തിൽ നടന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമ്മൾ മീഡിയ കൊണ്ട് നൽകുന്ന വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത്. BJP ഒന്നാമതെത്തിയ മണ്ഡലങ്ങൾ, BJP രണ്ടാമതെത്തിയ മണ്ഡലങ്ങൾ, ഇവിടങ്ങളിലൊക്കെ അജ്ഞാത വോട്ടർമാരുടെ എണ്ണം കുത്തനെ ഉയർന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെ സംഭവിച്ചു? ഈ വോട്ടർമാരൊക്കെ എവിടെ പോയി? തൃശ്ശൂരിൽ വോട്ട് ചെയ്ത BJPക്കാരൊന്നും കാണാനില്ല. കഴക്കൂട്ടത്ത് വോട്ട് ചെയ്ത BJPക്കാരെ കാണാനില്ല. വട്ടിയൂർക്കാവിൽ വോട്ട് ചെയ്ത BJPക്കാരെ കാണാനില്ല. അപ്പോൾ ഈ വളരെ വ്യാപകമായി വോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. കള്ളവോട്ട് ചേർക്കൽ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം ഈ SIR കൊണ്ട് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ടായി എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും നമ്മളെ നാണിപ്പിക്കേണ്ട ഒരു വസ്തുത, വളരെ ജാഗ്രതയോടുകൂടി ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടികൾ നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. CPM അതിലേറ്റവും പ്രധാന കക്ഷിയാണ്. ബൂത്ത് ലെവലിൽ ഓരോ വോട്ടും എവിടെയാണ്, ആരാണ്, എങ്ങനെയാണ് എന്ന് കൃത്യമായി അറിയുന്ന ഒരു പാർട്ടിയാണ് CPM. കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം അത്രത്തോളം ശക്തമല്ല എന്ന് നമുക്കറിയുകയും ചെയ്യാം. എങ്കിൽ തന്നെയും കോൺഗ്രസും പല മേഖലകളിലെങ്കിലും ശക്തമാണ് താനും. എന്നിട്ടും എങ്ങനെയാണ് ഈ വോട്ട് ചേർക്കൽ നടന്നത്? ഇവരുടെ ശ്രദ്ധയിലൊന്നും ഇതെന്തുകൊണ്ട് പതിഞ്ഞില്ല എന്നുള്ള ചോദ്യവും പ്രസക്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ SIR വന്നുകൊണ്ടുള്ള ഒരു ഗുണം, ഇത്തരം ഗുണം ഒരു ഭാഗത്തുണ്ടെങ്കിൽ തന്നെയും ഇനി അതിലും ഒരു പ്രശ്നമുണ്ട്. ഇനി വോട്ട് ചേർക്കാനുള്ള അവസരം ഇനിയുമുണ്ട്. ഫോം 6 വഴി വോട്ട് ചേർക്കാനുള്ള അവസരം ഇനിയുണ്ട്. ഒരു പക്ഷേ അപ്പോഴാകാം ഈ പുറത്തായ ആളുകൾ വീണ്ടും കയറുന്നത്. അപ്പോഴും ഈ ജാഗ്രത ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. വോട്ട് ചേർക്കാനുള്ള ഈ പുറത്തായ ആളുകളെ പൂർണ്ണമായും അകത്തെത്തിക്കാനുള്ള ജാഗ്രത വേണം. അതോടൊപ്പം തന്നെ കള്ളവോട്ടുകൾ ചേർക്കാതിരിക്കാനുള്ള ജാഗ്രതയും രാഷ്ട്രീയ പാർട്ടികളും ഓരോ വോട്ടറും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ജിംസി, കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാക്ഷരത അല്ലെ വിദ്യാഭ്യാസം, അതിൻ്റെയൊക്കെ ഒരു മെച്ചം ഈ SIR വന്നപ്പോൾ പ്രതിഫലിച്ചോ? കാരണം അത്തരം കൂടുതൽ ആൾക്കാരെ ചേർക്കാനല്ല അതിൻ്റെ ബാക്കി നടപടികൾ പൂർത്തീകരിക്കാനൊക്കെ അങ്ങനെ എന്തെങ്കിലും ബാക്കി നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നുണ്ട്? അങ്ങനെ പ്രതിഫലിച്ചിട്ടില്ല എന്നാണ് ഈ SIRൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ സികേഷ് പറഞ്ഞു തുടങ്ങിയത് എന്താണ്, ബീഹാറിലേതുപോലെ അത്രയധികം വോട്ടർമാർ ഒഴിവായിട്ടില്ല എന്നാണ്. അതെങ്ങനെ ശരിയാവുക? ബീഹാറിൽ 7 കോടിയിലധികം വോട്ടർമാരുണ്ടായിരുന്നു. അവിടെ ആദ്യ കരട് പട്ടികയിൽ നീക്കം ചെയ്ത് 66 ലക്ഷം പേരാണ്. അതായത് 10%-ലധികം. അതേ കണക്കല്ലേ ഇവിടെ? നമ്മൾ എത്ര 2,80,00,000 വോട്ടർമാർ ഇവിടെ നോക്കും. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും 7% താഴെ പുറത്ത്. അല്ല, 2,80,00,000 പഞ്ചായത്ത് മൊത്തം ഒഴിവാക്കിയത് 24 ലക്ഷം പേര്. 24 ലക്ഷം പേര്. ചെറിയ ശതമാനമാണോ? അതായത് ഈ വോട്ടർമാരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പോൾ 140 മണ്ഡലങ്ങളെ ഈ പറയുന്ന വോട്ടർമാരുടെ എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്താൽ ഓരോ മണ്ഡലത്തിലും 17,000 വോട്ടർമാർ വെച്ചിട്ട് ഇല്ലാതായിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ, ഒരു അസംബ്ലി മണ്ഡലത്തിൽ 17,000-ഓളം വോട്ടർമാർ ഇല്ലാതായിട്ടുണ്ട്.
ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഭൂരിപക്ഷം എത്രയാണ് സാധാരണ? 5000 വോട്ടിനും 20,000 വോട്ടിനും ഇടയ്ക്കൊക്കെയാണ് സാധാരണ ആവറേജ് വിജയ ശതമാനം എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ വോട്ടൊന്നും അല്ല ഈ ഒഴിവാക്കപ്പെട്ടത്. അപ്പോൾ ഒഴിവാക്കപ്പെട്ടതിനെതിരെ ഇപ്പോൾ ബീഹാറിലുണ്ടായതുപോലെ ക്ലെയിംസ് വരുന്നില്ല. ഇപ്പോൾ കേരളത്തിൽ ആരും വന്നിട്ട് എൻ്റെ വോട്ടില്ലാതായി എന്ന് പറയുന്നില്ല. ഇനി പേഴ്സണലി ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ വോട്ട് ചേർത്തിരുന്നു കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ. എൻ്റെ പേര് കാരണം വോട്ട് ചെയ്യില്ല. അത് എന്തുകൊണ്ട് സംഭവിച്ചതെന്ന് ബിയോലോട് ചോദിക്കുമ്പോൾ ബിയോലോയ്ക്ക് അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. അത് നമുക്ക് ഒന്നുകൂടി ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. വോട്ട് ചേർത്തവരുടെ പേരില്ല, ആരുടെയൊക്കെയാണ് ഒഴിവാക്കപ്പെട്ടത്. ഇത് സംഭവിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് SIR പ്രോസസ്സ് നടന്നത് എന്നുള്ളതുകൊണ്ടാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളൊന്നും SIR പ്രോസസ്സിൽ ശ്രദ്ധിച്ചിട്ടേയില്ല. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, അവർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല, അവരത് മൈൻഡേ ചെയ്തിട്ടില്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു വാർഡിലെ വോട്ടർമാർ ആരൊക്കെയാണ്, ഇനി പുതുതായിട്ട് വോട്ട് ചേർക്കാൻ ആരുടെയൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളാണ്. ഒരുപക്ഷെ വോട്ടർമാരെക്കാൾ കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളാണ് അതിൽ മുൻകൈ എടുത്ത് വോട്ട് ചേർക്കുന്നത്. അങ്ങനെ ഒരു പ്രോസസ്സേ നടന്നിട്ടില്ല. അവരുടെ ഒരു മോണിറ്ററിങ്ങോ സ്ക്രൂട്ടിനിയോ ഈ പറയുന്ന കരട് വോട്ടർ പട്ടിക വരെയുള്ള പ്രോസസ്സിൽ ഉണ്ടായിട്ടില്ല, ഒട്ടും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും അവർ അതിനെക്കുറിച്ച് ജാഗരൂകരല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ പുറകെ പോയിട്ടേ ഇല്ല. അപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇപ്പോൾ അൺട്രേസബിൾ ആയിട്ടുള്ള ആളുകൾ ഇത്രയും പേരുണ്ടെന്നാണല്ലോ പറയുന്നത്. ഈ അൺട്രേസബിൾ ആയിട്ടുള്ള ആളുകളിൽ 2 തരം ആളുകളുണ്ടാകും. ഒന്ന്, നേരത്തെ നൗഫിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ BJP മുന്നിൽ വന്ന മണ്ഡലങ്ങളിലെ അജ്ഞാത വോട്ടർമാർ. അതിനെക്കുറിച്ച് നമ്മൾ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അജ്ഞാത വോട്ടർമാർ വഴിയാണ് BJP ഇവിടെ വലിയ സംഭവമാവുന്നതെന്നാണ്. നമ്മളതിൽ ഏറ്റവും രസകരമായ കാര്യം, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും BJPയുടെ പെർഫോമൻസ് താരതമ്യം ചെയ്ത് നമുക്ക് അതിൻ്റെ ഏകദേശം റൂട്ട് കിട്ടും. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അസംബ്ലി തെരഞ്ഞെടുപ്പിലോ ഒരേ വോട്ടർ പട്ടികയാണ് ഉപയോഗിക്കുന്നത്. ആ വോട്ടർ പട്ടിക ഉപയോഗിച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ BJPയും നല്ല പോളിംഗ് ശതമാനം വരുന്നു. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ 2020-ലാകട്ടെ 2025-ലാകട്ടെ അവർ താഴേക്ക് പോകുന്നു. അതെങ്ങനെ സംഭവിക്കുന്നു? കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടിക കുറേ കൂടി ഈ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികൾ കുറേ കൂടി സ്ക്രൂട്ടനൈസ് ചെയ്യുന്ന ഒന്നാണ്. അതേസമയം ഈ പ്രോസസ്സ് നോക്കുക, ഈ പ്രോസസ്സിൽ അവരുടെ ശ്രദ്ധയില്ല. അതിപ്പോൾ മാത്രമല്ല, 2019 ഉണ്ടായിരുന്നില്ല എന്നാണ് തെളിയുന്നത്. 2016 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് തെളിയുന്നത്. 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല എന്നാണ് തെളിയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇതിലൊരു ഒരു ഇൻഡിഫറൻസ് കാണിക്കുന്നത് ഈ വോട്ടർ പട്ടികയോടെ അല്ലെങ്കിൽ വോട്ടർ പട്ടിക പരിഷ്കരണത്തോടെന്നുള്ളത് ഇപ്പോഴും ദുരൂഹമാണ്. ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ സംഘടനാ സംവിധാനം പറഞ്ഞാലും കോൺഗ്രസും ഈ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. CPM-ഉം ഇത് ചെയ്തുകൊണ്ടിരുന്നതാണ്. വോട്ടർ പട്ടികയിലേക്ക് പുതിയ ആളുകൾ ചേർക്കുക, അത് സ്ക്രൂട്ടനൈസ് ചെയ്യുക, കള്ള വോട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കുക, ഇതൊക്കെ അവർ ചെയ്തുകൊണ്ടിരുന്നതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവർ ഈ കാര്യത്തിൽ മാത്രം ഒരു നിസ്സംഗരായി പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ. ഇപ്പോൾ ഉള്ളത് കുറേ അധികം പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണെന്നുള്ളതാണ്, കരട് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താണ്. അതിൽ ഈ പറഞ്ഞ അജ്ഞാത വോട്ടർമാരുണ്ടാവും, കള്ളവോട്ടുകളുണ്ടാവും, ജെന്യൂൻ ആയിട്ടുള്ള വോട്ടർമാർ അതിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ടാവും. അവരെ തിരികെ വോട്ടർ പട്ടികയിൽ കൊണ്ടുവരിക എന്നുള്ള ഒന്നാമത്തെ ഉത്തരവാദിത്വ വോട്ടർമാരുടേതാണ്. പക്ഷേ വോട്ടർമാർ സ്വയം ശ്രമിച്ചാൽ പോലും അത് നടക്കാത്ത വിധം ഫയർ വാളുകളുണ്ട് ഈ പറയുന്ന SIR പ്രോസസ്സിൽ നിന്നാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്കൊരു മറുപടിയും കിട്ടുന്നില്ല, നമ്മളെ ആരും ഹിയറിങ്ങിന് വിളിക്കുന്നില്ല, നമുക്കൊരു നോട്ടീസ് ഇല്ല, ഈ അക്നോളജ്മെൻറ്റിൽ നമ്പർ വെച്ച് ട്രേസ് ചെയ്താൽ നമുക്കൊന്നും കാണാൻ കഴിയുന്നില്ല. എന്നിരിക്കെ വോട്ടർമാർ മാത്രമായി ഇതിനുവേണ്ടി ശ്രമിച്ചാൽ അവർക്ക് നിരാശയായിരിക്കും ഫലം. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അക്കൗണ്ടബിൾ ആക്കുന്ന രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ അതിനുവേണ്ടി ശ്രമിക്കണം. അവർ കളക്റ്റീവായിട്ട് ശ്രമിച്ചാൽ മാത്രമേ ഇപ്പോൾ ഉയരുന്ന ഈ ആശങ്ക ഒഴിവാക്കാൻ കഴിയുള്ളൂ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നൗഫിൽ നേരത്തെ പറഞ്ഞു, ഇനിയാണ് അജ്ഞാത വോട്ടർമാർ വരാൻ സാധ്യതയുള്ള ഘട്ടങ്ങൾ. അത് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങുന്ന ആ നിമിഷം വരെ ആളുകൾ വോട്ട് ചേർത്തുകൊണ്ടിരിക്കും. ആ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുക? രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ചേർക്കാനാണ് ശ്രമിക്കുക. വോട്ട് ചേർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അജ്ഞാത വോട്ടർമാർ വരുന്നത് അവർക്ക് കാണാൻ കഴിയില്ല. അജ്ഞാത വോട്ടർമാർ വരുന്ന എപ്പോഴാണ് കാണാൻ കഴിയുക? അന്തിമ വോട്ടർ പട്ടിക ഫൈനലൈസ് ചെയ്തതിന് ശേഷം രാഷ്ട്രീയ പാർട്ടികൾ കൈമാറുമ്പോൾ ഇവരൊക്കെ ആരുടെ എന്ന് പട്ടിക നോക്കി ഒരു അന്തം വിട്ട് നിൽക്കും. എന്നിട്ട് പരാതി കൊടുക്കുമ്പോൾ കമ്മീഷൻ എന്ത് പറയും? അന്തിമ വോട്ടർ പട്ടികയിൽ പേരുള്ളവരൊക്കെ വോട്ട് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? തിരുവനന്തപുരത്ത് നിന്ന് ഏതെങ്കിലും ഗോപിയൊക്കെ വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്യും, ഏതെങ്കിലും ഉണ്ണികൃഷ്ണൻ ഒറ്റപ്പാലത്ത് നിന്ന് വന്ന് തൃശ്ശൂർ വോട്ട് ചെയ്യും, അല്ലെങ്കിൽ വട്ടിയൂർക്കാവിൽ വോട്ട് ചെയ്യും, അവിടെ എവിടെയൊക്കെ വോട്ട് ചെയ്യും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒഴിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ BJP 2026 തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയിൽ നിന്ന് അവർ പാഠം ഉൾക്കൊണ്ട് മോദിജിയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് മലയാളികളെ സ്വാധീനിച്ചതിൻ്റെ ഫലമായ പല സിദ്ധാന്തങ്ങളും നിരത്തും. വിശകലന വിദഗ്ധരൊക്കെ യൂട്യൂബിലൊക്കെ വന്നിരുന്ന് തലയാട്ടിക്കൊണ്ട് വലിയ സിദ്ധാന്തങ്ങൾ നിരത്തും. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF തകർന്നടിയും എന്നൊക്കെ പ്രവചിച്ച വിശകലന വിശാരദന്മാരുണ്ടായിരുന്നു. അവരൊക്കെ അടുത്ത 2026 ഇലക്ഷൻ കഴിയുമ്പോൾ എന്ത് പറയും? മോദിജിക്ക് ഒരു ഊഴം കൂടി കൊടുക്കാൻ മലയാളികൾ തയ്യാറാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിയമത്തിന് ശേഷം മറ്റൊരു സീറ്റ് കൂടി ഇതാ ലഭിച്ചിരിക്കുന്നു, BJP വേര് പിടിക്കുകയാണെന്നൊക്കെ നമ്മൾ ഹെഡ്ലൈൻസ് അടിക്കേണ്ടി വരും. അപ്പോൾ അത് ജാഗരൂകതയോടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ട കാര്യമാണ്. അത് മാധ്യമങ്ങൾക്ക് എത്രമാത്രം ചെയ്യാം? മാധ്യമങ്ങൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ
ഇപ്പോൾ ഈ SIR പട്ടികയിൽ തന്നെ ക്രമക്കേടുകൾ അതിൻ്റെ സൂചന എന്താണെന്നുള്ളത് നമ്മൾ പുറത്തു കൊണ്ടുവന്നതാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ എത്രമാത്രം ആക്റ്റീവായി ഇതിൽ പ്രവർത്തിക്കുന്നത് കണ്ടറിയണം. അതെ, രാഷ്ട്രീയ പാർട്ടികൾ ആ ഒരു ജാഗ്രത SIRൽ വേണ്ട വിധം കാണിക്കണം. മാധ്യമങ്ങൾ അവരുടെ പണിയെടുക്കുന്നുണ്ട്. ഇനി നിങ്ങളാണ് നിങ്ങളുടെ പണി ചെയ്യേണ്ടത്.